ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് ലീബ്ര സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻ, നക്ഷത്രം നിങ്ങളുടെ തുലമാണെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് കാണാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവേണ്ടത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോൾ ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ റെസൊനേറ്റ് ആവും. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണൽ റീഡിങ്സ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ഷെയർ ചെയ്യും. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ ഫെബ്രുവരി മാസത്തിൻ്റെ മെസ്സേജസിന് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലീബ്ര, എന്താണ് നിങ്ങളുടെ ഫെബ്രുവരി മാസത്തിൻ്റെ ഓവറോൾ എനർജി നമ്മൾക്ക് നോക്കാം. ഓവറോൾ എനർജി ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് 5 ഓഫ് വാൻഡ്സ് ആണ്. പാസ്റ്റിൻ്റെ എനർജി ലീബ്ര, പാസ്റ്റിൽ 2 ഓഫ് വാൻഡ്സ്. കറണ്ട് എനർജി നിങ്ങളുടെ എന്താണ്? കറണ്ട് എനർജിയിൽ ക്വീൻ ഓഫ് കപ്സ്. ഫ്യൂച്ചർ എനർജി എന്താണ്? ഫ്യൂച്ചർ എനർജിയിൽ പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ലീബ്ര, ഇവിടെ ഞാൻ കാണുന്നത് 5 ഓഫ് വാൻഡ്സ് ആണ്. 5 ഓഫ് വാൻഡ്സ് ഒരു കോൺഫ്ലിക്റ്റിൻ്റെ എനർജിയാണ്. ആക്ച്വലി കുറേ വഴക്കുണ്ടാവണു, കുറേ കോൺഫ്ലിക്റ്റ് ഉണ്ടാവണു, വേറെ ആൾക്കാരുടെ കൂടെ ഒരു കോമ്പറ്റീഷൻ്റെ എനർജിയാണ് ഇത്. വേറെ ആൾക്കാരെ നിങ്ങളുടെ ലൈഫിൽ ഇൻ്റർഫിയർ ചെയ്യണു. അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഞാൻ കാണുന്നുണ്ട് ഈ മാസം. അപ്പോൾ ഈ 5 ഓഫ് വാൻഡ്സ് എന്താണ്? റിലേഷൻഷിപ്പിൽ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം. ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് കുറേ സ്ട്രെസ് ഉണ്ട് ആക്ച്വലി. ഇപ്പോൾ ഇത് തേർഡ് പാർട്ടി അല്ല വെച്ചാൽ വീട്ടിൽ കുറേ കാര്യങ്ങൾ നിങ്ങളും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് വഴക്കുണ്ടാവണ എനർജി ആവാം. അപ്പോൾ അതിൻ്റെ കാരണം നിങ്ങൾക്ക് കുറേ സ്ട്രെസ് ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട് ഈ മാസം. രാത്രി ശരിക്കും ഉറക്കമില്ല. ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കുറേ എഫക്റ്റ് ചെയ്യണു. അപ്പോൾ ഇവിടെ 8 ഓഫ് സോഡ്സിൻ്റെ എനർജി ഉണ്ട്. നിങ്ങൾ ആക്ച്വലി ഈ സിറ്റുവേഷനിൽ ഒരു കൺക്ലൂഷൻ ഒന്നുമില്ല, അറിയില്ല എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യണ്ടേ. അങ്ങനത്തെ ഒരു എനർജിയിലാണ് ഞാൻ കാണുന്നത്. കുറേ ഒരു സ്റ്റാഗ്നൻറ്റ് സിറ്റുവേഷൻ. നിങ്ങൾ കുറേ ഹെൽപ്ലെസ് ആയി ഫീൽ ചെയ്യണു. എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പുറത്തു വരാനും പറ്റണില്ല, ഇതിനെ സോൾവ് ചെയ്യാനും പറ്റണില്ല. അപ്പോൾ എന്താ വേണ്ടതെന്ന് അറിയാത്തൊരു സ്ഥിതിയാണ്. അപ്പോൾ പാസ്റ്റിൽ ഞാൻ കാണുന്നത് 2 ഓഫ് വാൻഡ്സ് ആണ്. 2 ഓഫ് വാൻഡ്സ് ഒരു ഡിസിഷൻ എടുക്കാൻ പോണ എനർജിയാണ്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഒരു ചോയ്സ് എടുക്കാണ്ടായിരുന്നു. അപ്പോൾ പാസ്റ്റിൽ ഞാൻ കാണുന്നത് ഇവിടെ എന്തോ ഒരു ചോയ്സ് നിങ്ങൾ എടുത്തു, അതല്ല എടുക്കാൻ പോകുന്നുണ്ടായിരുന്നു. എന്തോ ഒരു ലോങ് ടേം പ്ലാനിങ് ആയിരുന്നു നടക്കുന്നുണ്ടായിരുന്നത് ഈ സിറ്റുവേഷനിൽ. ലോങ് ടേം ഇത് റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം, നിങ്ങളുടെ മാരേജിൻ്റെ സിറ്റുവേഷനിലാവാം. എന്താ വേണ്ടേ, എങ്ങനെയാണ് ഫ്യൂച്ചർ ഉണ്ടാവേണ്ടത്, ഫ്യൂച്ചറിൽ ഏത് പാർട്ട്ണർ ആയിരിക്കും, നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണ് വെച്ചാൽ ഫ്യൂച്ചർ റിലേഷൻഷിപ്പിൽ നമ്മൾക്ക് എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്, എവിടെയാണ് നമ്മൾ പോവുക, സെറ്റിൽ ഡൗൺ ചെയ്യുക, അങ്ങനത്തെ പറഞ്ഞാൽ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് എന്തോ ഒരു ഡിസിഷൻ എടുക്കാണ്ടായിരുന്നത്. നിങ്ങളുടെ ചിലവർ ഈ മാരേജ് വേണോ വേണ്ടേ, അതല്ല വെച്ചാൽ നിങ്ങൾക്ക് ഒരു പേഴ്സൺ ഇഷ്ടമാണ് പക്ഷേ നിങ്ങൾ ഷുവർ ആയിരുന്നില്ല എന്താ വേണ്ട, ഇത് വർക്കൗട്ട് ആവുമോ, അങ്ങനത്തെയൊക്കെ ഒരു പ്ലാനിങ് സ്റ്റേജ് ആയിരുന്നു. ഞാനിവിടെ ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ പാസ്റ്റിൽ മീറ്റ് ചെയ്തു, ഈ പേഴ്സണെ ഇഷ്ടമായി പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഡെഫിനറ്റ്ലി ഇവിടെ പാഷൻ ഉണ്ട്. ഞാൻ ഇവിടെ പാസ്റ്റ് എനർജിയാണ് കാണുന്നത്. അപ്പോൾ പാസ്റ്റിൽ ഇവിടെ പാഷൻ ഉണ്ടായിരുന്നു, ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് വർക്കൗട്ട് ആവുമോ ഫ്യൂച്ചറിൽ, അതാണ് നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ മാസം ഫെബ്രുവരിയിൽ എനർജി ഞാൻ കാണുന്നത് ക്വീൻ ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഡീൽ ചെയ്യണത് ഒരു പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജി, ഒരു അങ്ങനത്തെ ഒരു പേഴ്സൻ്റെ കൂടെ ആയിരിക്കും. ഈ പേഴ്സൺ ഞാൻ കാണുന്നത് കുറേ ലവിങ് ആണ് ആക്ച്വലി, കുറേ കെയറിങ് പേഴ്സൺ ആണ്, ഇമോഷൻസ് ഒക്കെ തുറന്ന് എക്സ്പ്രസ് ചെയ്യണ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. ഇവിടെ ഡെഫിനറ്റ്ലി ഒരു പുതിയ തുടക്കമുണ്ട്, ഒരു ലവ്
എനർജി ഉണ്ട്. അപ്പോൾ ആദ്യം തുടങ്ങണത് ഇത് പാഷൻ ആയിട്ടാണ് തുടങ്ങണത്. പക്ഷെ ഇപ്പോൾ ഞാൻ കാണുന്നത് ഇത് കുറച്ചുകൂടിയും ഒരു സീരിയസ് ലെവലിലേക്ക് പോണു. പക്ഷെ ഇവിടെ എന്തോ ഒരു ലോസിൻ്റെ എനർജിയും ഉണ്ട്. അപ്പോൾ എന്താണ് ഈ 5 ഓഫ് കപ്സ് വന്നിരിക്കണേ? 5 ഓഫ് കപ്സ് ആക്ച്വലി പാസ്റ്റിൻ്റെ എന്തോ ഒരു സിറ്റുവേഷനിൽ മിസ് ഔട്ട് ആയി പോയ ഒരു എനർജി. പാസ്റ്റിൽ മേ ബി നിങ്ങൾ മിസ് ചെയ്യണത് വേറെ ഏതോ പേഴ്സണെയാണ്. എന്താ വെച്ചാൽ പാസ്റ്റിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ മാതിരി 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് 2 ആൾക്കാരുടെ ഇടയ്ക്കാണ് നിങ്ങൾ ഒരു പേഴ്സണെ ചൂസ് ചെയ്തത്. അതല്ല വെച്ചാൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് വർക്കൗട്ട് ആയില്ല. അപ്പോൾ ഇതൊരു പുതിയ പേഴ്സൺ ആവാം. അപ്പോൾ അത് ഈ പുതിയ പേഴ്സൺ വന്നിട്ടും നിങ്ങൾ ആക്ച്വലി പാസ്റ്റിലേക്കാണ് നോക്കണത്. പാസ്റ്റ് കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴും കുറേ മനസ്സിലുണ്ട്. നിങ്ങളുടെ ആ പാസ്റ്റ് പേഴ്സണിനെ നിങ്ങൾ കംപ്ലീറ്റ്ലി മറക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇവിടെ കാണുന്നത് നിങ്ങൾ ഇപ്പോഴും പാസ്റ്റിൻ്റെ എന്തോ ഒരു സിറ്റുവേഷനിൽ കുറേ റിഗ്രറ്റ് ആയിട്ടാണ് ഇരിക്കണേ. ഒരു പേഴ്സണെ മിസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിൽ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഫ്യൂച്ചറിലും ഞാൻ കാണുന്നത് ഒരു സ്റ്റേബിൾ തുടക്കമാണ്. ഒരു സ്റ്റെബിലിറ്റിയിലേക്കാണ് നിങ്ങൾ പോകണു, ഒരു പുതിയ തുടക്കം. ഇവിടെ ഒരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് എനർജിയുടെ പേഴ്സണാണ് കാണുന്നത്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ തുടക്കമായിരിക്കാം ഇത്. ഫ്യൂച്ചറിലും ഞാൻ കാണുന്നത് നിങ്ങളെ ഒരു ചോയ്സ് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലുള്ളത്. എന്താ വെച്ചാൽ ഫ്യൂച്ചറിലും നിങ്ങൾ ആക്ച്വലി ഷുവർ അല്ല നിങ്ങൾ എടുത്ത ചോയ്സ് അതന്നെയാണോ നിങ്ങൾക്ക് ഒരു ശരിയായ ചോയ്സ് എന്ന് നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. അപ്പോൾ ഇവിടെ 2 ആൾക്കാരുടെ കൂടെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. 2 ആൾക്കാർ നിങ്ങളുടെ ലൈഫിലുണ്ട്. 2 ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് അറിയില്ല ഏത് പേഴ്സണാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റൈറ്റ് ഓപ്ഷൻ, റൈറ്റ് പേഴ്സൺ. അപ്പോൾ 2 ആൾക്കാരുടെയും കൂടിയും നിങ്ങൾ സംസാരിച്ച് നോക്കുന്നുണ്ടാവും. പക്ഷേ ഒരു തീരുമാനമില്ല ഇവിടെ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം? നിങ്ങളുടെ ഫെബ്രുവരി മാസത്തിൻ്റെ ചാലഞ്ച് 5 of Swords. അപ്പോൾ ഇവിടെ എന്തോ ഒരു നെഗറ്റീവ് എനർജീസ് കാണാണ്ട്, കുറേ ഗോസിപ്പ് ചെയ്യണ ആൾക്കാർ, ചില നെഗറ്റീവ് എനർജീസ്. മേ ബി ഇത് നിങ്ങളുടെ ഈ 2 ആൾക്കാരുടെ ഇടയ്ക്ക് ഒരു പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ ഒട്ടും ഒരു ചേർച്ച ഉണ്ടാവില്ല. പറഞ്ഞാൽ കുറേ നെഗറ്റിവിറ്റി ഉണ്ടാവും ആ റിലേഷൻഷിപ്പിൽ. നിങ്ങൾ ആ റിലേഷൻഷിപ്പിന് ഓൾറെഡി വിട്ട് വേറെ ഒരു പേഴ്സണിൻ്റെ ഡിറക്ഷനിലേക്കായിരുന്നു പോണ്ടായിരുന്നത്. പക്ഷെ നിങ്ങൾക്ക് ആ പാസ്റ്റ് പേഴ്സണെ മറക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ ഒട്ടും ഹാപ്പി അല്ല ഒരു സിറ്റുവേഷനിൽ. എന്താ വെച്ചാൽ അതിൽ കുറേ നെഗറ്റിവിറ്റി ഉണ്ട്. നിങ്ങൾ ഹീൽ ചെയ്യാൻ നോക്കണു. ഓക്കെ, നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് തന്നെ അതാണ്. ഒരു ബാലൻസ് കിട്ടണില്ല ഈ റിലേഷൻഷിപ്പിൽ, ഈ സിറ്റുവേഷനിൽ. അപ്പോൾ അഡ്വൈസായിട്ട് വന്നിരിക്കണ എന്താണ്? അഡ്വൈസായിട്ട് ഇവിടെ 9 of Wands. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങൾ പാസ്റ്റിലും കുറേ ഹേർട്ട് ആയിട്ടുണ്ട്, കുറേ ഇഷ്യൂസ് നിങ്ങൾക്ക് പാസ്റ്റിലും ഉണ്ടായിട്ടുണ്ട്. 3 of Wands. പക്ഷേ വരാൻ പോണ സമയം നിങ്ങൾക്ക് കുറേ പോസിറ്റീവ് ചേഞ്ചസ് വരും. നിങ്ങൾക്ക് ആക്ച്വലി ഒരു പേടിയുണ്ട് മുമ്പോട്ട് പോവാൻ. ഓക്കെ, എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അതെന്താ വെച്ചാൽ നിങ്ങൾ ഷുവർ അല്ല നിങ്ങളുടെ തന്നെ തീരുമാനം ശരിയാവോ, അതിൽ ഞാനൊരു റോങ് ഡിസിഷനാണോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ സംശയങ്ങളുണ്ട് നിങ്ങളുടെ മനസ്സിൽ. പക്ഷേ യൂണിവേഴ്സ് ഇവിടെ പറയണത് എന്താ വെച്ചാൽ എവിടെയോ നിങ്ങൾക്കൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കേണ്ടി വരും. എല്ലാത്തിലും നിങ്ങൾക്കൊരു ഗ്യാരണ്ടീഡ് ഔട്ട്കം കിട്ടില്ല. ഒരു സ്റ്റെപ്പ് എടുത്താലേ നിങ്ങൾക്ക് അറിയുള്ളൂ അതൊരു ശരിയായ ഡിസിഷൻ ആണോ അല്ലേന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ വോയിസും കേൾക്കാനാണ് പറയണത്. എന്താ വെച്ചാൽ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളോട് എന്താണ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താ നിങ്ങളോട് പറയണേ. എവിടെയോ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഈ പുതിയ പേഴ്സൻ്റെ അടുത്തേക്ക് പോകുന്നത് അതൊരു റൈറ്റ് സ്റ്റെപ്പാണെന്ന്. എന്താ വെച്ചാൽ പാസ്റ്റിൽ എന്തോ ഒരു സിറ്റുവേഷൻ വർക്കായിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ആ സിറ്റുവേഷനിൽ മാറി നിന്ന്. പക്ഷേ ഈ സിറ്റുവേഷൻ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് കുറേ അബണ്ടൻസ് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ 10 of Pentacles ആണ്. കുറേ അബണ്ടൻസ് ഉണ്ട്. പക്ഷേ ഹീലിംഗിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, ഹെൽത്ത് വൈസും നിങ്ങൾക്ക് കുറച്ച് സൂക്ഷിക്കണം ഈ മാസം. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഇവിടെ ഒരു സെപ്പറേഷൻ്റെ എനർജി ഉണ്ട്, 6 of Swordsൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ
ലൈഫിൽ ഡെഫിനറ്റ്ലി ചില പാസ്റ്റ് പ്രോബ്ലംസ് ഇഷ്യൂസ് ഉണ്ട്. അതിന് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി നിങ്ങൾ ഹീൽ ചെയ്തിട്ടില്ല. അതിൻ്റെ മുമ്പേ നിങ്ങളൊരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് പോയി. അപ്പോൾ പാസ്റ്റിനെ ഹീൽ ചെയ്യാണ്ട് പുതിയതിലേക്ക് പോകുമ്പോൾ ആ കോൺഫ്ലിക്റ്റ് എപ്പോഴും ഉണ്ടാവും. എന്താ വെച്ചാൽ നിങ്ങൾ ആ ഒരു തീരുമാനം എടുത്തത് ശരിയാണോ എന്ന് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലൊരു സംശയമുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് പറയണ കുറച്ച് ഹീൽ ചെയ്യുക, കുറച്ച് സമയം എടുത്ത് നല്ലപോലെ ആലോചിച്ചിട്ട് വേണം ഡിസിഷൻ എടുക്കുക. എവിടെയോ നിങ്ങൾക്കറിയാം ഈ പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ല ഇൻഫ്ലുവൻസ് ആണെന്ന്. പക്ഷേ ആ സംശയം എന്താ വെച്ചാൽ കുറച്ചൊരു സമയമെടുത്ത് മനസ്സിലാക്കി എല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മതി കമ്മിറ്റ് ചെയ്യുക. ഇവിടെ എന്തായാലും ഞാൻ കാണുന്നത് നിങ്ങൾ വെരി സ്റ്റേബിൾ എനർജിയിലേക്കാണ് പോണത്. ഇതിൻ്റെ മുമ്പിൽ സമയം നിങ്ങളുടെ ലൈഫിൽ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് കൊണ്ടുവന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പോവണ സിറ്റുവേഷൻ കുറച്ചുകൂടിയും ഒരു നല്ല ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണ എനർജിയും സിറ്റുവേഷനാണ്. അപ്പോൾ ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഔട്ട്കം? ഔട്ട്കം നിങ്ങളുടെ 7 of Swords. അപ്പോൾ എവിടെയോ നിങ്ങൾ ഒരു സിറ്റുവേഷൻ, ഒരു റിലേഷൻഷിപ്പിനെ സാബോട്ടാജ് ആണ് ചെയ്യണത്. എന്താ വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്, ഒരു നല്ല പേഴ്സൺ നിങ്ങളുടെ ലൈഫിലുണ്ട്. പക്ഷെ അതുണ്ടായിട്ടും നിങ്ങളുടെ മനസ്സിൻ്റെ സംശയങ്ങൾ അതിൻ്റെ കാരണം നിങ്ങൾ എവിടെയോ ഒരു റോങ് ഡിസിഷൻ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. 8 of Pentacles. ഇവിടെ നിങ്ങളുടെ കരിയറിൽ കുറേ ബിസി മാസമാണ് ഇത്. പക്ഷേ ചില ഡിസിഷൻസ് നിങ്ങൾക്ക് എടുക്കാണ്ട്, ചില തീരുമാനങ്ങൾ എടുക്കാണ്ട്, അത് കുറേ മെൻറ്റൽ സ്ട്രെങ്ത് വെച്ചിട്ട് വേണം ഈ ഡിസിഷൻസ് എടുക്കുക. എന്താ വെച്ചാൽ ഇത് ഒരു ഈസി ഡിസിഷൻ അല്ല. ഓക്കെ, കുറേ ടെംപ്ടേഷൻസ് ഉള്ള മാസമാണ്. പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ 2 ഓപ്ഷൻസും ഓപ്പൺ ആയിട്ടാണ് വെക്കണേ. അപ്പോൾ എവിടെയോ അത് ശരിയാവില്ല, എവിടെയോ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ അതിന് കുറച്ചൊരു സ്ട്രെങ്ത് വേണം മെൻ്റലി. എ ടൈം ഫോർ ഹീലിംഗ്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് ഒരു സമയം എടുത്തിട്ട് എല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താ ആക്ച്വലി വേണ്ടേ, എങ്ങനത്തെ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ് വേണ്ടേ, പാർട്ട്ണറാണ് വേണ്ടത്, അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു ക്ലിയർ ആയി ഡിസിഷൻ എടുക്കുക. ഓക്കെ, ആ ഹീലിംഗ് അലൗ ചെയ്യുക, ഹീലിംഗ് ഉണ്ടാവാൻ സമ്മതിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ് ലീബ്ര. ഇവിടെ കുറേ ഫയർ സൈൻസ് ഉണ്ട്. ലിയോ ഉണ്ട്, സാജിറ്റേറിയസ് ഉണ്ട്, ഏരീസ് ഉണ്ട്, അക്വേറിയസ് ഉണ്ട്, ജെമിനായി ഉണ്ട്, പൈസീസ് ഉണ്ട്, ക്യാൻസർ ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്. അപ്പോൾ കുറേ സൈൻസ് കാണാണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.